വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. നമുക്ക് ഇതിനേക്കാളും നല്ലൊരു പ്ലാൻ ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ലോഗ്. അപ്പോൾ അച്ഛനും അമ്മയും വന്നിട്ടില്ല ഫസ്റ്റ് വ്ലോഗ് കിട്ടിയില്ല സാരില്ല. അപ്പം അച്ഛനും അമ്മയും വന്നിട്ടില്ല ഫസ്റ്റ് വ്ലോഗാണത്. അവർ വരുന്ന വ്ലോഗും എടുത്തിട്ട് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നതാണ്. കുറച്ച് ലേറ്റാണ് എന്നാലും സാരില്ല. ഗ്ലോബൽ വില്ലേജ് അടക്കാൻ നല്ലോണം രാത്രിയാവും. 2 മണി വരെ 8:15 എത്തും തോന്നുന്നു. 8:15 8:30 എത്തും. അച്ഛാ ഇങ്ങോട്ടാ. അയ്യോ അച്ഛനെ കാണിച്ചിട്ടാ. 12 മണിക്ക് നടക്കുന്ന ഇതാണ് ഞങ്ങളുടെ അച്ഛനും അമ്മ ഒരു ഹായ് പറയുന്നതാണ്. നെക്സ്റ്റ് അച്ഛൻ്റെ ഒരു ഹായ്. ഹായ്. നമ്മളിവിടെ ദുബായിലാണ്. പിന്നെ എൻ്റെ മക്കള് ഞങ്ങളെ 1 മാസത്തെ വിസിറ്റിങ്ങിന് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങളെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവർ പറഞ്ഞു വിടുന്നില്ല. 10 ദിവസത്തേക്ക് വന്നതാണ്. ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്കേ വന്നതാണ്. പക്ഷേ ഇവര് ഞങ്ങളെ വിടുന്നില്ല. ഞങ്ങളൊക്കെ ദുബായിലോ ഷാർജയിലോ അജ്മാനിലോ സിറ്റി സെന്ററിലോ ഒക്കെ പോയി കറങ്ങി വരും. പരിചയപ്പെടുത്തണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? നല്ല പങ്കായി. അങ്ങനെ 10 ദിവസത്തേക്ക് വന്നവർ ഇപ്പൊ 12 ദിവസം ആവാനായി. 15 ദിവസം 11 ദിവസം അച്ഛമ്മ കണക്കാക്കി. നമ്മ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. ലൈഫ് അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ നടക്കണം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ചത് ഗ്ലോബൽ വില്ലേജ്, അതായത് റൂമിന്റെ ഡോറിന്റെ പുറത്ത് വരെ ആദ്യം നമ്മൾ തീരുമാനം മാറ്റിയിട്ട് കാറിൽ കയറിയിട്ട് നമ്മള് ലൈറ്റ് ഷാർജ ലൈറ്റ് ഫെസ്റ്റിവൽ ഷാർജയിൽ ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിട്ട് പോവാ. അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഗ്ലോബൽ വില്ലേജ് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ അത് ഇതിലുണ്ടല്ലോ അതില്ല ഗ്ലോബൽ അച്ഛൊരു മിനിറ്റ് ഗ്ലോബൽ വില്ലേജ് പോവാന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പൊ നടക്കാനില്ലതുകൊണ്ട് അമ്മ പറഞ്ഞു പോണ്ട, എനിക്ക് പറ്റില്ല നടക്കാൻ. അപ്പൊ നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്തു. എന്റെ വണ്ടിയിൽ നമ്മ ലൈറ്റ് ഫെസ്റ്റിവൽ ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിലേക്കുള്ള തീരുമാനം എടുത്തു. നേരെ ലൈറ്റ് ഫെസ്റ്റിവലിലേക്ക് പോയി. അവിടെ പോകുമ്പോഴത്തേക്ക് ലൈറ്റ് മാത്രമേ ഫെസ്റ്റിവലില്ല. അതെ, എന്നിട്ട് അവിടെ കുറച്ചു നേരം വണ്ടിയിലിരുന്ന് സൈഡ് കുറച്ച് ലൈറ്റ് ഉണ്ട്, പക്ഷെ ഫെസ്റ്റിവൽ ഇല്ല. ഇവിടെ ഞങ്ങളെക്കാളും വലിയൊരു വ്ളോഗർ ഇപ്പോൾ പുതിയതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷാർജ ലൈറ്റ് ഫെസ്റ്റിവലിൽ പോയി. അവിടെ ഇല്ല. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും അധികം എയറിൽ കയറുന്നത് ആര്? അച്ഛൻ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ആലോചിച്ചു. അജ്മാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആ പ്ലാനിങ് ക്യാൻസൽ ചെയ്തു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സുനീസിൽ പോകാമെന്ന് വെച്ച് ഇറങ്ങി. സുനീസ് യാർമുക്കിലേക്ക് മാപ്പ് ഇട്ടു, അതും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് സുനീസ് മൊബൈലിൽ പുതിയൊരു ബ്രാൻഡ് ഉണ്ട്. ഇവിടെ നല്ല സ്പേസ്. വീഡിയോ ഒന്നും അല്ല, ഏതെങ്കിലും കുറച്ച് ഡിസ്കൗണ്ട് തന്നാലും. സംഭവം ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. യാർമുക്കിലെ ഫുഡ് നല്ലത്, ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോകും. അത് മറ്റേ ഇവിടെ നടക്കാൻ വന്ന അഭിഷേകര മറ്റേ മജാസ് ബീച്ചിൻ്റെ സൈഡ് അത് ക്യാൻസലായി. അതിൻ്റെ ഇടയിൽ ഞാനും മനോട്ടിനും കൂടി ഒരു ഡെസേർട്ട് സഫാരി ചെയ്ത് ഇവരെ കൂട്ടാണ്. വണ്ടി ചെറുതായി ഒന്ന് പൊയ്യയിൽ കുടുങ്ങി. സമയത്ത് സാൻഡിൽ കുടുങ്ങുക ഭയങ്കര മടി. പക്ഷെ നാളെ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു പ്ലാൻ ഉണ്ട്. രാവിലെ എണീക്കോന്ന് അറിയില്ല. അങ്ങനെ രാവിലെ എണീക്കണ്ട, നമുക്കൊരു 11 മണിക്കെല്ലാം പോയാൽ മതി റൂമിൽ നിന്ന്. 11 മണിക്ക് പോകുന്നു, മറ്റേ ഇവിടെ കറങ്ങുന്നു, ബിരിയാണി കഴിക്കുന്നു, നേരെ കഴിക്കാം. നേരെ മറ്റേ വരുമ്പോൾ നമുക്ക് ബാംഗ്ലൂർ പോകുന്നു, നമ്മൾ നേരെ അല്ലാതെ പോകുന്നു, ഷവർ കഴിക്കുന്നു, തിരിച്ചു റൂം കഴിക്കുന്നു. സെറ്റ് പ്ലാനുള്ള സെറ്റ്. ഓക്കെ.
ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ സെൻട്രൽ ലുലുവിൽ വന്നിട്ടുണ്ട്. വെറുതെ ഒന്ന് ചില്ല് ചെയ്യാൻ. അല്ല, ഒരാളെ കാണാൻ വന്നിട്ടുള്ളത്. ആളെക്കുറിച്ചൊരു ക്ലൂ തരുന്നത്. അപ്പം ഞാനിങ്ങനെ വൈബത്തിനല്ലോ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ല കേട്ടോ. സുനീസ് ഇപ്പോൾ സുനീസ് തന്നെ ആയതുകൊണ്ട് ഫുൾ ടൈം സുനീസാണ്. നമ്മളൊരു ഹൈലൈറ്റ് ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകാൻ തുടങ്ങിയാൽ അടുത്തേക്കേ പോകും. മാറി ചിന്തിക്കാറില്ല ഗൈസ്. പ്രത്യേകിച്ച് ഇവള് ഞാൻ അങ്ങനെ നമ്മൾ സിലിക്കണല്ലോ സെൻട്രൽ ലുലുവിലെത്തി. നമ്മളന്ന് മമ്മൂട്ടീനെ കണ്ടതായിരുന്നു. ആ വീഡിയോ എൻ്റെ 14 കേട്ട പോയി. മമ്മൂട്ടീനെ മറ്റേ ഏതൊരു ഒപ്പനയുടെ വീഡിയോ 11 പോയിനല്ലോ. അമ്മ എസ്കലേറ്ററിൽ കയറാൻ പഠിച്ചു. ഇതെല്ലാം പിന്നെ ഒരു മെമ്മറിയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെക്കുന്നത്. ശരിക്കും ഈ ലുലു കാണാൻ നല്ല രസമുണ്ടല്ലേ? ശരിക്കും ഈ ലുലു കാണാൻ നല്ല രസമാണ്. പക്ഷെ ഞങ്ങൾക്ക് കുറേ മോശം മെമ്മറീസാണ്. പിന്നെ പറയണ്ടേ? അതെ. പോവാ ഗൈസ്. ഞങ്ങൾ കാണാൻ വന്ന മഹത്തെറ്റി ഞങ്ങൾ കണ്ടില്ല. ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല. വേണ്ട, എങ്ങാനും ബ്ലോഗ് വൈറലായാലും പറയണ്ട. അല്ല, കാണാൻ വന്ന ആൾ ഇവിടെ ഇല്ല. അയാൾ ഇവിടുന്ന് പോയി എന്നാ പറയുന്നത്. വേറെ ദിവസം കാണാം. ഞങ്ങളങ്ങനെ കാണാൻ വന്ന ആളാ. ഞങ്ങളങ്ങനെ കാണാൻ വന്ന ആളെ നമുക്ക് കാണാൻ പറ്റിയിട്ട് അയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി വേറെ ദിവസം വന്ന് കാണാം. ഇപ്പം നമുക്ക് പോവാം. അങ്ങനെ ഇവർ സെൻട്രൽ ലുലുവും കണ്ടു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്ന് കിടന്നുറങ്ങുന്നു. പക്ഷെ നാളെ നമുക്ക് കുറേ പ്ലാനിങ്സ് ഉണ്ട്. അപ്പം ഇന്നിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ പോന്ന് കിടന്നുറങ്ങുന്നു. നല്ലൊരു വ്ളോഗായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എല്ലാം പോയി, ഒന്നും നടന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം.